UDF തരംഗമാണ്. UDF തരംഗമാണ്. എനിക്കത് പുതിയുഗ യാത്രയിൽ കൂടുതൽ ബോധ്യമായതാണ്. ഞാൻ 100-ലധികം സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് പുതുയുഗ യാത്രയ്ക്ക് അടിവരയിട്ടു. നിങ്ങൾ കണ്ടതല്ലേ പുതുയുഗ യാത്ര? നിങ്ങൾ എത്ര രാഷ്ട്രീയ ജാഥകൾ കണ്ട മാധ്യമ പ്രവർത്തകരാണ്? ഈ തെരഞ്ഞെടുപ്പ് ചർച്ച പൂർണ്ണമായിട്ടും ഈ ഡീലിലും അതോടൊപ്പം ശബരിമല വിഷയം ഉന്നയിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു സർക്കാർ വന്നെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഗ്യാരണ്ടി പറയേക്ക്. ഞങ്ങൾ ഗ്യാരണ്ടി അല്ല, അത് ഞാനല്ലേ എൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. UDF അല്ലേ UDFന്റെ അജണ്ട തീരുമാനം. ഞങ്ങൾ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും ഗ്യാരണ്ടി കാർഡ് എത്തിക്കുകയാണ്. എല്ലാ വീടുകളിലും ഗ്യാരണ്ടി കാർഡ് എത്തിക്കുക. ഞാൻ എല്ലാ പൊതുയോഗങ്ങളിലും, നിങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിക്കും, ഞാൻ പങ്കെടുത്ത എല്ലാ പൊതുയോഗങ്ങളിലും പ്രധാന വിഷയം ഗ്യാരണ്ടി കാർഡാണ്. അത് KSRTCയിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്നും പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം കൊടുക്കുമെന്നും സംരംഭം തുടങ്ങുന്ന ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കുമെന്നും അതുപോലെ ഇൻഷുറൻസ് പോളിസി ചികിത്സാ ചെലവ് പകുതിയായി വെട്ടിക്കുറയ്ക്കുന്ന ഇൻഷുറൻസ് പോളിസി കൊണ്ടുവരുമെന്നും വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കണമെന്നുള്ള 5 ഗ്യാരണ്ടി പ്ലസ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളത്. അത് ഞങ്ങളുടെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോർഡിങ്സിൽ, ഞങ്ങളുടെ ക്യാമ്പയിനിൽ, ഞങ്ങളുടെ പരസ്യത്തിൽ, ഞങ്ങൾ വീടുകളിലാണ് എത്തിക്കുന്ന ഗ്യാരണ്ടി കാർഡ്. പ്രകടന പറ്റി അടുത്ത ദിവസം അല്ല, അതെന്താ വെച്ചാൽ ഒരാൾ സൗജന്യമായിട്ട് ഒരു സ്ഥലം തന്നു. ആ സ്ഥലം തന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഒരു ഫ്ലാറ്റ് പണിയാൻ വേണ്ടി ശിലാസ്ഥാപനം നടത്തി. അത് ഈ ലിസ്റ്റിൽപ്പെട്ട ഭൂമിയായിരുന്നു. എങ്ങനെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.